ഒരു പ്രേക്ഷകൻ രവീന്ദ്രൻ കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ശ്രീ രവീന്ദ്രൻ. സ്വാഗതം രവീന്ദ്രൻ, പ്രതികരിക്കാം. നമസ്കാരം സാർ. സാർ ഇതിനെപ്പറ്റി പറയുവാണെങ്കിൽ ഇത് ഇപ്പോൾ ഇതിനകത്ത് 75% നല്ല ആൾക്കാർ, നല്ല ഡോക്ടർമാരുണ്ടോ, നാടിനോടും ജനങ്ങളോടും പ്രതിബദ്ധതയുള്ള 75% ആൾക്കാരുണ്ട്. അപ്പോൾ 25% ആൾക്കാരാണ് ഇതിനകത്ത് വളരെ മോശപ്പെട്ട രീതിയിൽ പ്രതികരിക്കുന്നത്. അതെന്നു വെച്ചാൽ അഹംഭാവം, ദാസ്യവും ഒങ്കും നിറഞ്ഞ ഡോക്ടർമാരുണ്ട്. അത് കാരണം എന്താ വെച്ചാൽ ഈ യൂണിയൻ എന്ത് വന്നാലും അവരെ യൂണിയൻ രക്ഷിച്ചോളും, ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായില്ലെന്ന ഒരു ദാസ്യമുണ്ട്. അത് ആ സംഭവം ശരിയാണ് അതിന്റെ കാര്യം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, എന്തെല്ലാം ഇപ്പൊ ഒരു ടോർസെ കയറ്റാനുള്ള റിപ്പോർട്ട് കാണും നമ്മുടെ മന്ത്രിയുടെ കൈച്ചടിയിൽ. എന്നിട്ട് അതിന് വല്ല എതിരെ നടപടിയെടുത്തോ? എല്ലാ കേസ് വന്നാലും റിപ്പോർട്ട് കേട്ടത് മാത്രമല്ലാതെ ഈ നാരായണ എന്നുള്ള പല്ലവി അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കാരണം എന്താണെന്നറിയാം, ഈ യൂണിയന്റെ പ്രശ്നം കാരണമാണ് ഇവർക്കെതിരെ നടപടി എടുക്കാൻ ഒക്കില്ല. ഇവർ സംഘടിത ശക്തികളാണ് സാറേ. ജനങ്ങൾ സംഘടിത ശക്തികളല്ല, സംഘടിത ശക്തികളാണ്. ഇവർക്കെതിരെ ഒരു നടപടി എടുക്കാനൊക്കെയില്ല. പിന്നെ എന്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ ജില്ലാശുപത്രി ഉണ്ടോ, നമ്മുടെ താലൂക്ക് ആശുപത്രി ഉണ്ട്, കുന്നേലാശുപത്രി എന്ന് പറയും, കാഞ്ഞിരപ്പള്ളി കുന്നേലാശുപത്രി താലൂക്ക് ആശുപത്രി. അവിടെ ഒരു MR സ്കാന് കുറിച്ച് കൊടുത്തു. ആ സ്കാൻ കുറിച്ച് കൊടുത്ത് ആദ്യം ആ ഡോക്ടർ പറഞ്ഞോട് ചെന്നപ്പോൾ 24,000 രൂപ. അത് പാലായി വെച്ചപ്പോൾ 18,000 രൂപ. കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ 18,000 രൂപ. അവസാനം ലാസ്റ്റ് ഞാൻ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് ഇത് ചെയ്തോണ്ട് വന്നാൽ സ്വീകരിക്കുകയും ചോദിച്ചു. അതിന് അങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് ചെയ്തുകൊണ്ട് വന്നാൽ ഡോക്ടർ പറഞ്ഞ പ്രകാരം ചെയ്തുകൊണ്ട് വന്നാൽ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്റെ കാറ് എടുത്തോണ്ട് 600 രൂപ പെട്രോൾ എടുത്ത് തേനി മെഡിക്കൽ കോളേജിൽ പോയി ചെയ്ത് കഴിഞ്ഞപ്പോൾ വെറും 3,500 രൂപ ഉള്ള അവിടെ. അതുപോലെ തന്നെ അവിടെ കുമിളി വരെ ഞാൻ ഉള്ള പെട്രോൾ അടിച്ചിട്ട് അപ്പുറത്തോട്ട് കഴിഞ്ഞ് പൊതി കിട്ടുന്ന 6 രൂപ കുറവും. അപ്പൊ എത്ര രൂപ എല്ലാവരും എനിക്ക് പോയിട്ട് വന്നപ്പോൾ 8,000 രൂപ എനിക്ക് സംഗതി സാധിക്കും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ തൊടുന്നതിനെല്ലാം ഒന്നാമത്തെ കാര്യം ജനങ്ങളെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം വീട്ടിൽ പിടിച്ചു മേടിക്കാവോ ആ വീട്ടിലെല്ലാം മേടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതിനകത്ത് എന്താ വെച്ചാൽ ജനങ്ങളോട് ബാധ്യതയുള്ള ഡോക്ടർമാരുണ്ട് ഇതിനകത്ത്. ഇല്ലെന്ന് പറയാൻ 25% നല്ല ഡോക്ടർമാരുണ്ട്. അതേസമയം 75% ഡോക്ടറും ഈ രാഷ്ട്രീയ പാർട്ടിയുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നത്. അവർ എന്നാ 4 ദിവസം കൊടി പിടിച്ച് കഴിഞ്ഞിട്ട് MBBS-ഉം HM എല്ലാം കിട്ടും. അവർ ഡോക്ടറാവും, ഒരു കൂട്ടര് പോലീസാവും. അങ്ങനെ ഈ തിരിഞ്ഞു കയറിയിരിക്കുന്ന പ്രശ്നമുണ്ട് സാറേ. ആ ഡോക്ടർമാരുടെ അഹംഭാവം ദാസ്യം കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇതിനെ ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ ഒന്നിച്ചിരിക്കണമെന്നാണ് എന്റെ. വളരെയധികം നന്ദി ശ്രീ രവീന്ദ്രൻ. ഡോക്ടർമാർക്ക് സംഘടനയുണ്ട്. അത് ഡോക്ടർമാർക്ക് മാത്രമല്ലല്ലോ, ഈ രാജ്യത്ത് ക്രമസമാധാന പാലനം നടത്തുന്ന പോലീസിന് വരെ സംഘടനയുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടർമാർക്ക് സംഘടന ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്താനാവില്ല. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സംഘടന അനിവാര്യമാണ്. അതൊന്നും ഒരു തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷേ രോഗികളോട് അവർക്ക് ഒരു ബാധ്യതയുണ്ട്, ഈ സമൂഹത്തോട് അവർക്കൊരു കടമയുണ്ട്. അത് നിർവഹിക്കുന്നതിൽ എത്രമാത്രം അവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. ഈ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ നേരത്തെ ശ്രീ രവീന്ദ്രൻ പറഞ്ഞതുപോലെ 75% ഡോക്ടർമാരും കൃത്യതയോടെ പ്രവർത്തിച്ചാലും 25% കാണിക്കുന്ന പാകപ്പിഴകളാണ് എല്ലാവരെയും ബാധിക്കുന്നത്. ഡോക്ടർ മുരളീധരൻ, ഈ ഡോക്ടർമാരുടെ സംഘടന അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഇടപെടൽ ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ശരിയല്ലേ? അത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ പലപ്പോഴും ഇപ്പൊ നിങ്ങൾക്കറിയാം, നമ്മുടെ ഡോക്ടർമാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇപ്പൊ വന്നിട്ടുള്ളത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ആണ്. അപ്പൊ അതില് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ നിങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യ മോഡലായി കേരളം മാറിയത് ഇവിടുത്തെ സാധാരണ ഡോക്ടർമാര് ഗ്രാമങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ചെറിയ ചെറിയ ക്ലിനിക്കുകളും ആശുപത്രികളും തുടങ്ങിയിട്ട് ഈ ഗ്രാമീണ ജനതയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത് കൊണ്ട് മാത്രമാണ്. ലോകത്തിൽ ഒരു സ്ഥലത്തും ഇത്രയും ചെറിയ ചെലവിൽ മികച്ച ആരോഗ്യ പരിപാലനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ലോക പ്രശസ്തമായ കാര്യമാണ്. അത് ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ ഡോക്ടർമാരെ ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ ഓരോ ചെറിയ ക്ലിനിക്കുകൾ ഇട്ടിട്ട് ഒരു ഡോക്ടറും 2 ഡോക്ടറും ചെറിയ 5-10 ബെഡുള്ള ആശുപത്രികളും തുടങ്ങിയിട്ടാണ് ഈ ആരോഗ്യ പരിപാലനത്തിന്റെ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പോൾ ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് വന്നപ്പോൾ എന്തുണ്ടാകുന്നു, അത് അടച്ച് അത് ഒരു രജിസ്ട്രേഷൻ വേണം, അതിന് പിന്നെ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാവാത്ത നിയമ നടപടികളാണ് വരുന്നത്. അതായത് അതിന് ഒരിക്കലും ഒരു സാധാരണ ഡോക്ടർക്ക് അത്തരം ഹോസ്പിറ്റൽ ആ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നടത്തിക്കൊണ്ടാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരുന്നു. അപ്പൊ ഇത് നമ്മുടെ ഛത്തീസ്ഗഡോ UP-യോ അല്ലെങ്കിൽ ഹരിയാനയോ പോലെ ഇവിടെ 50 ബെഡുകളുള്ള ആശുപത്രികളെങ്കിലും ആ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുമ്പോൾ സർക്കാർ തയ്യാറാവുന്നില്ല.
അപ്പൊ പിന്നെ അത് കേന്ദ്ര സർക്കാരും തയ്യാറാവുന്നില്ല, കേരള സർക്കാരും തയ്യാറാവുന്നില്ല. അപ്പൊ അങ്ങനത്തെ ആവശ്യം വരുമ്പോൾ സംഘടന വേണ്ടേ? സംഘടനയാണ് ജനങ്ങളെ ഭാഗത്തു നിന്ന് അത് വാദിക്കുന്നത്. ജനങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ഇത് എന്താണ് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഇത് ഉണ്ടാക്കുന്ന ഗുരുതരമായ ആഘാതങ്ങളെ കുറിച്ച് അവർക്കറിയില്ല. അപ്പൊ സംഘടന അതിനെ മുൻകൈ എടുക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് സംഘടന ചെയ്യുന്നത്. പിന്നെ ഒരു ഡോക്ടർക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഡോക്ടർ തെറ്റാണ് ചെയ്തതിന്റെ 100% ഉറപ്പുണ്ടെങ്കിൽ ഒരു സംഘടനയാലും ഇടപെടാൻ പോകുന്നില്ല. അത് മറ്റുള്ള ട്രേഡ് യൂണിയൻസ് ആണ്. ഡോക്ടർമാർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ എത്തിക്കൽ കമ്മിറ്റി ഉള്ള ഒരേ ഒരു അതെ, സംഘടന ഡോക്ടർമാർക്ക് സംഘടന വേണം. മാത്രമാണ്. ഇപ്പൊ അവർ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവർ ഇപ്പോഴും സമരം നടത്തിയിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി നമുക്കെടുത്ത് ഈ അവസരത്തിൽ ഓർമ്മിക്കുകയും വേണം. പക്ഷെ അതല്ല ജനങ്ങളോടുള്ള അവരുടെ കടമ, അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ആരോഗ്യം, തൻ്റെ മുന്നിലെത്തുന്ന രോഗിയുടെ ആരോഗ്യം സംരക്ഷിക്കുക, അവനെ വേണ്ട വിധത്തിൽ ചികിത്സിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ കടമ. നമുക്ക് കൊല്ലത്ത് നിന്നും ശ്രീ ഉണ്ണികൃഷ്ണൻ കൂടി ചേരുന്നു. ഉണ്ണികൃഷ്ണൻ പ്രതികരിക്കാം. നമ്മള് ഇതിപ്പം നമുക്ക് നമ്മളെ കോലഞ്ചേരി മെഡിക്കൽ കോളേജില് വർഷങ്ങൾക്ക് മുമ്പ് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ഇതേ കണക്കൊരു സംഭവം ഉണ്ടായി. ഉണ്ണികൃഷ്ണൻ തുടരാം. ശ്രീ ഉണ്ണികൃഷ്ണൻ. ശ്രീശാന്ത് എന്ന് പറഞ്ഞ ഒരു കൊച്ചിന്റെ കാലിലെ മുഴ മാറ്റാൻ ചെന്ന്, വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവം. ആ ചെറുക്കന്റെ കാലിലെ മുഴ മാറ്റാൻ ചെന്ന് അവൻ ഭാഗ്യം കൊണ്ട് അവന്റെ കാലിലെ മുഴ മാറ്റാൻ പോയത് കാലിലെ മുഴയല്ല അവർ ചെയ്തത്. അതിനൊക്കെ തന്നെ ഒരു അമർ വിനായകൻ എന്ന് പറഞ്ഞൊരു കൊച്ചിന്റെ വലത്തെ കൈയിലെ മോതിര വലുത് ഇവന്മാര് മുറിച്ചു കളഞ്ഞു. ഡോക്ടർമാർ ചെയ്ത പണികളാണ്. തിമിര ശസ്ത്രക്രിയക്ക് ഒരു 3 പേര് ചെന്നിട്ട് ആ കണ്ണല്ല ഇപ്പുറത്തെ കണ്ണിനെ മാറ്റി അവസാനം 2 കണ്ണിന്റെ കാഴ്ച പോയി. രക്തം മാറി കുത്തിവെച്ച് മരിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഇവർക്ക് ശിക്ഷ കൊടുക്കുന്നില്ല. പകരം ചെയ്യുന്ന എന്തുവാ? ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 6 മാസം മാറ്റി എടുത്തിട്ട് ഗവൺമെന്റ് ഈ നഷ്ടം വന്നവർക്ക് നഷ്ടപരിഹാരം 1-2 ലക്ഷം രൂപ കൊടുക്കുക. ശിക്ഷ അങ്ങ് തീർന്നു. ഈ വീട്ടുകാരും പാവങ്ങളായതുകൊണ്ട് അവരും പിന്നെ വലിയ സംഭവങ്ങൾക്കായിട്ട് പോകുന്നുണ്ട്. ഇവരെല്ലാം രൂപ ഇനി വാങ്ങിച്ചാൽ ഈ ചെയ്തു വെച്ചിരിക്കുന്നില്ലേ? ഈ പറയുന്ന ചേച്ചിക്ക് 5 വർഷത്തിന് മുമ്പ് ഈ കത്തിരി അതിനകത്തായി. 5 വർഷം ഈ ചേച്ചി പല ആശുപത്രികളിലും പോയി. ഈ പല ആശുപത്രിയിൽ പോകുമ്പോഴും ആ ആശുപത്രിയിലുള്ളവർക്കും ഒരു സ്കാൻ ചെയ്യണമെന്നോ രജിസ്റ്റർ എടുക്കണമെന്നോ അവരൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഈ കത്തിരി അകത്ത് വെച്ചവർ തന്നെ കുറ്റക്കാര്, മറ്റവരും കുറ്റക്കാരാ. മറ്റവരൊക്കെ ഇവരൊക്കെ എന്തോ ചെയ്തു? ഇവർ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒരു മരുന്നും കൊടുത്തു. ഇവരടുത്ത് പറയണ്ട നിങ്ങൾ സ്കാൻ ചെയ്യാം, നമുക്ക് ഒന്ന് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റേ എടുക്കാം. ഇങ്ങനൊന്നും അവരടുത്തും പറയണ്ടേ? എന്ന് പറഞ്ഞ് ഞാൻ മറ്റവരെ ന്യായീകരിക്കല്ലേ. അതുകൊണ്ട് നമ്മളെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഈ സമയത്ത് ഇപ്പം കാണിക്കുന്ന ഈ ബഹളവും ഇതൊക്കെ ഇതിന് തൊട്ടു മുമ്പ് നടന്ന ആ കൊച്ചിന്റെ കൈ മുറിച്ച് ദൂരെ കളഞ്ഞിട്ടേ ആ കൊച്ചിന് കൈ വയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗത്തിന് വേണ്ടി ആരെങ്കിലും ഈ പ്രതിപക്ഷ പാർട്ടികളുടെ അതിപ്പോ അവസാനം പ്രതിപക്ഷ നേതാവ് അതൊക്കെ ഒരു നാടകങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു കൈ വെച്ച് ഞാൻ കൊടുക്കാന്ന് പറയുന്നു. അപ്പൊ ഇന്നലെ KC വേണുഗോപാൽ പറയുന്നു ഇവരെ ചികിത്സ മൊത്തവും അദ്ദേഹം ഏറ്റെടുത്തോളം. അതെ, ഇതിലെല്ലാം രാഷ്ട്രീയം കലർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ രീതികളുമുണ്ട്. പക്ഷെ സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുകയോ അതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കാനോ ഭരണകൂടത്തെ അല്ലെങ്കിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന സർക്കാരുകൾ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ്